നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇവരെന്താ നിലത്ത് കിടക്കുന്നത് എങ്ങനെയെന്ന്. ഗൈസ്, നമ്മൾ പുതിയ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച ഉണ്ടാകും പുതിയ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്. സോ നമ്മൾ ന്യൂ റൂമിലേക്ക് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് വ്ലോഗാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേറ്റ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ റൂമിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. സോ നമ്മൾ രാവിലെ എണീച്ച് എന്താണ് ചെയ്യാൻ പോണത് പറയൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ചെയ്യുന്ന സെയിം സ്ഥിരം ക്ലീഷേ തിങ്സ്. അതായത് രാവിലെ എണീറ്റു പല്ലിക്കാൻ പോവാണ്. സോ നിങ്ങൾക്കറിയാം, ആ വീഡിയോൻ്റെ അകത്ത് അപ്പോൾ ഇങ്ങനെ പുറത്ത് മൂടി കിടക്കുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി അവൻ അങ്ങനെ തന്നെയാണ് കിടക്കാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വീഡിയോയിൽ 2 സൈഡിലായിട്ട് തലയണ നമ്മൾ വെക്കാറില്ല. ഇരിക്കുമ്പോൾ ഒക്കെ ബാക്കിലിങ്ങനെ കസേരയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കയിലിരിക്കുമ്പോൾ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലയണ വാങ്ങിയത്. ബേസിക്കലി ഞാനും അപ്പം തലയണ വെക്കാറില്ല, തലയിൽ വെക്കാറില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ബാക്കിലിങ്ങനെ ബാക്ക് പെയിൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. സോ എണീച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യാണ്, പല്ല് തേക്കുകയാണ്. സോ ഒരു 2-3 മിനിറ്റ് ഉണ്ട് ഞാൻ ഇത്തവണ പല്ല് തേക്കുന്നതിൻ്റെ വീഡിയോ. ഞാനത് ഫുള്ള് എടുക്കുന്നില്ല, കാര്യം ഞാനത് ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം വെറുതെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഞാൻ പല്ല് തേക്കുന്ന വീഡിയോ കാണുന്നതെന്ന് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, എത്ര നേരം ഉണ്ടാവും ഈ പ്രശ്നമെന്ന്. കുറച്ച് നേരമേ ഉള്ളൂ. സോ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ന്യൂ റൂമിൽ വന്നതിന് ശേഷം ഒരു വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ ഇന്നാണ് എനിക്കതിനുള്ളൊരു സമയവും സന്ദർഭവും ഒത്തു വന്നത്. ആൻഡ് ഇത് സൺഡേ വ്ളോഗല്ല, സാറ്റർഡേ വ്ളോഗാണ്. എല്ലാവരും സൺഡേ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് അങ്ങോട്ട് സാറ്റർഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. വെറൈറ്റി അല്ലേ? എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എപ്പോഴും സൺഡേ വ്ളോഗ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു മടുപ്പായിരിക്കില്ലേ. പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സെയിമാണ്, ബട്ട് സ്ഥലമൊക്കെ വ്യത്യാസമാണ് കേട്ടോ. നമ്മളിപ്പം ന്യൂ റൂം വന്നിരിക്കുന്നത് നമ്മൾ പഴയ നിൽക്കുന്ന റൂമിൽ നിന്നും കുറച്ച് ദൂരമായിട്ടാണ്. ആൻഡ് കുറച്ചുകൂടി സ്പേഷ്യസ് ആണ് ഈ റൂമും കാര്യങ്ങളൊക്കെ. പണ്ടത്തെ റൂമിനെക്കാട്ടിലും വൃത്തിയും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. ബട്ട് ഈ റൂമൊക്കെ ആകെ അലങ്കോലൊക്കെ കിടക്കുകയാണെന്ന് വൃത്തിയാക്കാനുണ്ട് മൊത്തത്തിൽ. സോ നമ്മളെന്ത് ചെയ്തു, പല്ലൊക്കെ തേച്ച് മുഖം കഴുകുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് ചൂടൊക്കെ അല്ലേ. അത് മാത്രമല്ല, ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, മുഖം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഒന്നുകൂടെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിഞ്ഞു മുറുകും. സോ ഞാൻ നൈറ്റിൽ മാത്രമേ ഫേസ് വാഷ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ എപ്പോഴും ഞാൻ ഇങ്ങനെ, അതായത് ഡെയിലും നൈറ്റിലും ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല. മുഖമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുടി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഭ്രാന്തിനെ പോലെയുണ്ട് രാവിലെ എണീച്ചിട്ട്. സോ അതൊന്ന് നമുക്കൊന്ന് കെട്ടി വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര അടങ്ങാറാണ്. എന്താ വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ, ഒന്നാമത് ഞാൻ ക്രിഞ്ചസും കൂടി, ഹെയർ സ്റ്റൈല് റീസെൻ്റ്ലി ഞാൻ കട്ട് ചെയ്ത് ക്രിഞ്ചസ് ആണല്ലോ, അതുകൊണ്ട് വല്ലാത്തൊരു പൊല്ലാപ്പായിപ്പോയി. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വിചാരിച്ചേക്കും പണ്ടാറും വെട്ടണ്ടായിരുന്നു എന്ന്. എന്താ വെച്ചാൽ ഇങ്ങനെ കണ്ണിലേക്കൊക്കെയാണ്, ഇപ്പോൾ മുടി കുറച്ചൊന്ന് നീണ്ടിട്ടുണ്ടല്ലോ, അപ്പം കണ്ണിലേക്കൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും. കണ്ടില്ലേ എന്ത് കാര്യത്തിനാണ് ഞാൻ വെട്ടിയെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും. ഒരു കാര്യമില്ല, വെറുതെ അന്നൊരു ഭ്രാന്ത് തോന്നി വെട്ടി. ഇപ്പോൾ ഇതെനിക്കൊരു ശല്യമായി മാറിയിരിക്കുകയാണ് കേസ്. ഇങ്ങനെ പല പെൺകുട്ടികൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, വലിയ കാര്യത്തിൽ ഇങ്ങനെ ക്രിഞ്ചസൊക്കെ വിട്ട് പിന്നീട് അതൊരു ശല്യമായി മാറുന്നത്. നമ്മൾ കിച്ചണിലേക്ക് കിടക്കുകയാണ്. കിച്ചണിലേക്ക് കിടന്നിട്ട് കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. സോ അപ്പോൾ എണീക്കില്ല അവൻ, ഉച്ചയ്ക്ക് എഴുന്നേക്കുള്ളൂ. പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ കിച്ചണിലേക്ക്, ഇതാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് വിൻഡോ സൈഡ് തുറന്നു കഴിഞ്ഞാലുള്ള വ്യൂ കേട്ടോ. പുറത്തേക്ക് ആ കാണുന്ന ഒരു റെഡ് ആയിട്ടുള്ളൊരു മേൽക്കൂര പോലുള്ള സംഭവം കാണില്ലേ, റൂഫ്, അതാണ് റെയിൽവേ സ്റ്റേഷൻ, ഖാർഖോപ്പർ റെയിൽവേ സ്റ്റേഷൻ. ഖാർഖോപ്പർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് വരുന്നത്. സെക്ടർ 8 ആണിത്. സോ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ നീങ്ങുന്നത് നിങ്ങൾ കാണില്ല, അതാണ് ട്രെയിൻ. അപ്പോൾ രാവിലത്തെ ഒരു 7:45 ട്രെയിനിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ്. പക്ഷെ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല, കാര്യം എൻ്റെ വീഡിയോൻ്റെ ക്ലാരിറ്റി ഒക്കെ ഭയങ്കര ലോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ട്രെയിൻ നീങ്ങുന്ന കാണുന്നുണ്ടോയെന്ന് അറിയില്ല. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിൻ നീങ്ങുന്ന കാണാം. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ആർക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാനിങ്ങനെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണെന്ന്? ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാം എന്താണ്. ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ യൂഷ്വലി വീക്ക്ലി എന്തൊക്കെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഉപ്മാവ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ബാക്കി ഏത് ഡിഷ് ഉണ്ടാക്കാനും കുറച്ച് സമയം വേണം. ഇപ്പോൾ പുട്ടായിക്കോട്ടെ, ഇഡ്ഡലി ആയിക്കോട്ടെ, എന്ത് സാധനം ഉണ്ടാക്കാൻ അടുക്കളയിൽ നിന്ന് കുറച്ച് ടൈം വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് മാത്രമേ രാവിലെ നമ്മൾ നോക്കിയിട്ട് ഉണ്ടാക്കാറുള്ളൂ. സോ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റംസാണ്, ഒന്ന് ചപ്പാത്തിയും ഒന്ന് ഉപ്മാവും. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉപ്മാവാണ്. ഇതിന് മെയിനായിട്ട് ഞാൻ ഉപ്മാവിലൊരു എക്സ്പേർട്ടാണെന്ന് തന്നെ വേണമെങ്കിൽ പറയട്ടെ. എനിക്ക് ഒരിക്കലും മടുക്കാത്തൊരു ഭക്ഷണമാണ് ഉപ്മാവ് എന്ന് പറയുന്നത്. സൂചി റവേൻ്റെ ഉപ്മാവ് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇതുവരെ മടുപ്പ് തോന്നാത്തൊരു
ഫുഡായിട്ടാണ്. ആൻഡ് സൂചി റവേൻ്റെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ചില ആൾക്ക് ഈ ചെറിയ ഉള്ളിയില്ലേ, കുഞ്ഞുള്ളി, അത് ഇടുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഞാൻ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നില്ല, കാര്യം വീഡിയോ എടുക്കേണ്ടതിനെ കൊണ്ട്. നിങ്ങൾക്ക് ഈ ചട്ടീൻ്റെ അകത്ത് നോക്കിയാൽ കാണാം വെളിച്ചെണ്ണയും കടുകും ഓൾറെഡി ഇരിക്കണത്. അത് എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ ഓൾറെഡി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന്. സോ അതാണ് അതിൽ ഓൾറെഡി വെളിച്ചെണ്ണയും കടുകും കിടക്കുന്നത് കണ്ടിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ ഓഫാക്കിയിട്ട് പിന്നെ രണ്ടാമത് വീഡിയോ ഓൺ ചെയ്തതാണ്. സോ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം വെള്ളം ഒഴിക്കണം. 1 ഗ്ലാസ് സൂചി റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളം എന്നാണ് പൊതുവേ പറയുന്നത്. ബട്ട് ചില ആൾക്കാർക്ക് ഈ ഉപ്മാവ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല, ഒരു കുഴമ്പ് പോലെ ഇരിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. ചില ആൾക്ക് പൊടി പോലത്തെ ഉപ്മാവായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ വേണ്ട ആൾക്കാർക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. എന്നിട്ട് ഉപ്മാവ്, അതായത് സൂചി റവ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ബട്ട് എനിക്ക് അങ്ങനെ പൊടി പോലത്തെ എനിക്കിഷ്ടമല്ല, എനിക്ക് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല. ഞാൻ കുഴഞ്ഞിട്ട് അത് വെള്ളം കൂടുതലായിട്ടാണ് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുക. അപ്പൂനും അതാണ് ഇഷ്ടം. അവന് പിന്നെ എന്ത് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടാണ്. കുറച്ച് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ കഴിക്കും. സോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഉപ്മാവും അതുപോലത്തെ ഒരു കുഴഞ്ഞ രീതിയിലുള്ളതാണ്. അത് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ഈ 1 ഗ്ലാസ് അരി എന്നൊക്കെ 1 ഗ്ലാസ് ഉപ്മാവിന് 1.5 ഗ്ലാസ്സൊക്കെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒരു പായസമല്ല, ഒരു വെള്ളം കൂടുതലുള്ള ഒരു കൺസിസ്റ്റൻസി ആകും. പക്ഷേ എനിക്ക് അങ്ങനത്തെയാണ് ഇഷ്ടം. കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെയാണല്ലോ കിട്ടുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പ് നോക്കുകയാണ്. ഉപ്മാവിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഉപ്പ് ഇടാണ്ടെന്ന് കഴിഞ്ഞാലും വായി വയ്ക്കാൻ കൊള്ളില്ല. സോ അത് രണ്ടും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉപ്മാവിൽ നമ്മൾ ഉപ്പ് കൂടാൻ പാടില്ല, ഉപ്പ് ഇടാതെ ഇരിക്കാൻ പാടില്ല. സോ നമ്മൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നതിന് ശേഷമാണ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, വെട്ടി തിളച്ച് വന്നതിന് ശേഷമാണ് ഈ റവ നമ്മൾ ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം അതിങ്ങനെ ഇളക്കാനായിട്ട്. സോ ഇവിടെ അങ്ങനെ ഇളക്കാനൊന്നും ആരും ഇല്ലാത്തതിനെ കൊണ്ടും ക്യാമറ പിടിക്കാൻ ഞാനൊരാളുള്ളത് കൊണ്ടും ഞാൻ എങ്ങനെയൊക്കെ വളരെ സാഹസ്യമായി അതിൻ്റെ അകത്തിട്ട് ഞാൻ ഇളക്കുകയാണ് ഗൈസ്. ആൻഡ് സിമ്മിൽ വെക്കണം. ഇത് വേവിക്കേണ്ടത് ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോൾ 5 മിനിറ്റിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചാൽ മതി. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും ഗൈസ്. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ലിം കുറച്ച് വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിക്കുക. അപ്പോഴത്തേക്ക് സംഭവം സെറ്റാണ്, റെഡി ആയിട്ടിരിക്കും. സോ കണ്ടില്ലേ നമ്മുടെ മാവ് റെഡിയായി. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് പാൽ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. ഇത് രണ്ടും ഇവിടെ ഇല്ലാത്തത് കൊണ്ടും എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടും ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെ തേങ്ങാക്കൊത്തില്ലേ, തേങ്ങ ചിരവിയത്, അതും ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ആഡ് ചെയ്തല്ല, തേങ്ങ ആഡ് ചെയ്യുന്ന അപ്പവും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാഞ്ഞ്. സോ നമുക്കിത് കഴിക്കാം ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8-10 ആയി കാണും. ഞാൻ ഇവിടെ ലേറ്റായിട്ടാണ് സൺഡേ ഒക്കെ എണീക്കുക. പിന്നെ വെറുതെ ഇപ്പം നേരത്തെ എണീച്ചിട്ട് എന്താ കാര്യം, എല്ലാ ദിവസവും ഇങ്ങനെ നമ്മളൊരു മെഷീൻ കണക്കെ 6 മണിക്ക് എണീച്ചിട്ട് കയറില്ലല്ലോ. പൊതുവേ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകാത്തൊരു ദിവസം നമ്മൾ ലേറ്റായിട്ട് എണീക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ വെച്ചാൽ എല്ലാ ദിവസവും നമ്മളിങ്ങനെ നേരത്തെ എണീക്കുന്നു, യാന്ത്രികമായിട്ട് എല്ലാ ദിവസവും ഒരുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല. സോ ഒരു ദിവസം നമുക്ക് റെസ്റ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്നതിൽ വലിയ തെറ്റില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സോ മോസ്റ്റ് ഓഫ് എൻ്റെ സൺഡേസ് കുറച്ച് ലേസി ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഉച്ചയ്ക്ക് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് കുക്കറിൽ. ആൻഡ് നമ്മളൊരു തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഒന്നുമല്ല, മുട്ടക്കറിയാണ്. വെളിച്ചെണ്ണ, കടുക്, തക്കാളി, ഉള്ളി, പിന്നെന്താ കുറച്ച് മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് ഇച്ചിരി ഗരം മസാലപ്പൊടി ആൻഡ് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. നമ്മുടെ കറി റെഡിയായതിന് ശേഷം ഞാൻ ഇപ്പുറത്തെ ബർണറിൻ്റെ അകത്ത് ഒരു വലിയ ഡവറയിൽ കുടിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കാൻ വെച്ചു. സാധനം കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ കാണില്ലേ, ഞാൻ തൊട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാവുന്നത് വെള്ള പൊടി പോലെയാണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യമാണ് ഇതിങ്ങനെ വെള്ളപ്പൊടി പോലെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത്. സോ ഇവിടെ എല്ലാ റൂമുകളിലും എല്ലാ സ്ഥലത്തും ഇതുപോലെ വെള്ളം കിട്ടുള്ളൂ. കാരണം ഇത് വില്ലേജ് ഏരിയ ആണ്. സോ ഇവിടുന്ന് വെള്ളം വരുന്നത് ഒരു വലിയൊരു മോട്ടറിൽ ഇവർ അടിച്ചിട്ട് വരുന്ന വെള്ളമാണ്. പക്ഷേ ഈ വെള്ളം ഇങ്ങനെയാണ്, ഹാർഡ് വാട്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ കാൽഷ്യത്തിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവും വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് മുകളിൽ വെക്കുന്ന സമയത്ത്. സോ കണ്ടില്ലേ നിങ്ങൾ, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇത് നമുക്ക് എന്തെങ്കിലും ഹാർംഫുള്ളാണോ, ഇതിങ്ങനെ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചിട്ട്. ബട്ട് പിന്നെ ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്ര ഹാർംഫുള്ളൊന്നുമല്ല, സേഫാണ് വെള്ളം കുടിക്കാനായിട്ടെന്ന്. സോ ഈ വെള്ളം നമ്മൾ ഇതിന്ന് ഈ മുകളിലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കാറുള്ളത്. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞതിന് ശേഷം 2:30-3 മണിയായപ്പം ഞാനിങ്ങനെ ഊഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ മുകളിലിരുന്ന് കുറച്ച് നേരം ആടാന്ന്.
അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് വെറുതെ ഇരുന്നാടാ നമുക്ക് വായിച്ചുകൊണ്ടാടാന്ന്. അപ്പോൾ എൻ്റെ ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ ട്രെയിനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മാർക്ക് മാൻസൻ്റെ ദ സബ്റ്റിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിങ് എ ഫക്ക് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ബുക്കാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നല്ല റിവ്യൂസും കേട്ടിട്ടുള്ളതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് നല്ലൊരു ബുക്കാണ്, ബെസ്റ്റ് സെല്ലറാണ്. സോ ഞാൻ അത് വായിക്കാം എന്നോർത്തു. ഒറ്റയടിക്ക് ബുക്ക് വായിച്ച് തീർക്കുന്ന ഒരു പുസ്തക പ്രേമിയൊന്നും അല്ല ഞാൻ. ബട്ട് എനിക്ക് ഡെയിലി ഒരു 1-2 പേജെങ്കിലും അറ്റ്ലീസ്റ്റ് വായിച്ച് തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി വായിക്കുകയാണോ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് അങ്ങനെയല്ല ഗൈസ്. ഞാൻ 1-2 പേജസ് ഡെയിലി വായിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസവും നടന്നില്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വായിക്കാനായിട്ട് നോക്കാറുണ്ട്. സോ ഞാൻ കുറച്ച് പേജസ്, അതായത് 2 പേജ് 2-2.5 പേജൊക്കെ വായിച്ചു. എന്നിട്ട് ബുക്ക് ഞാൻ അവിടെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്ന്, എനിക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പം ചിന്തിച്ച് കഴിഞ്ഞാൽ ചിന്തിച്ച് ഞാൻ അങ്ങ് കാട് കയറി ഒരുപാട് ചിന്തിക്കും. എവിടെ അവസാനിക്കുന്നതെന്ന് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഈ ഊഞ്ഞാൽ പൊട്ടി ഞാൻ നിലത്ത് വീണാൽ എങ്ങനെ ഉണ്ടാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഇതാ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ഇത് തന്നെ. ഈ ഒരു ഊഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ താഴെ വീഴില്ലേ? ഞാൻ താഴെ വീണ് കഴിഞ്ഞാൽ കാലും കൈയൊന്നും പൊട്ടില്ല, എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു സിനാരിയോ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അവിടെ. വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും ആലോചിച്ച് തല ഉണ്ടാക്കാനില്ലാത്തത് കൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ സമയം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ നമ്മൾ ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടിയതിന് ശേഷം ഒരു ഈവനിങ് ടൈം ആയപ്പം 3:30 അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ 2:30-3 മണിയൊക്കെ ആകുമ്പം ലാപ്ടോപ്പ് ഓണാക്കി സിനിമ കാണും. ഏതെങ്കിലും സിനിമ കാണും, പഴയതോ പുതിയതോ. അവന് സിനിമ കാണാതെ ഒരു ദിവസം തള്ളി നിൽക്കാനേ പറ്റില്ല. ബിക്കോസ് അവൻ്റെ ലൈഫിൽ ഫിലിം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഒരു സിനിമാ ഭ്രാന്തനാണെന്ന് വേണേൽ പറയാം. എത്ര കൊള്ളില്ലാത്ത പടമാണെങ്കിലും എത്ര പൊട്ടിയ പടമാണെങ്കിലും അവൻ ഫുള്ളിരുന്ന് അവൻ കാണും. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം അവൻ്റെ ലൈഫിൽ ഒരു പടമെങ്കിലും അവൻ കണ്ടിരിക്കും. അതിനായിട്ട് അവനൊരു സമയം മാറ്റി വയ്ക്കാറുമുണ്ട്. സോ ഞാനും അപ്പം കൂടി ഇരുന്ന് പടം കാണുവാണ്. എനിക്ക് പടത്തിൻ്റെ പേര് പോലും ഓർമ്മയില്ല. മറ്റേ നമ്മുടെ ജ്യോതികയും പിന്നെ അതുപോലെ തന്നെ കമലഹാസൻ സാറും കൂടെ അഭിനയിച്ചൊരു പടമാണ് വെള്ളി നിലാവേ വെള്ളി വെള്ളി നിലാവേ. ആ സോങ് വരുന്നൊരു പാട്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ വേറെ ഇതിലൊരു ഫേമസ് ഒരു സോങ് ഉണ്ട്. അയ്യോ അതെന്നോട് മറന്നുപോയി. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വിൻഡോ ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഈ മുകളിൽ കൂടെ കാണുന്ന ഇത് ഞാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ കണ്ട് പേടിക്കേണ്ടാരാന്ന്. സോ ഞാനാണ്. സോ ഇതാണ് നമ്മൾ റൂമിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് ഈവനിങ് ടൈം ആയാൽ ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പം. സോ ഇത് മുകളിൽ കാണുന്ന അടൽ സേതു ഇല്ലേ, അടൽ സേതു റോഡാണ് മുംബൈയിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള അടൽ സേതു റോഡാണ്. മുംബൈയിലേക്ക് 1 hour മാക്സിമം എടുക്കുന്നുള്ളൂ. സോ ആ ഒരു റോഡാണത്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ട്രാഫിക്കൊന്നും ഇല്ലാതെ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് നവി മുംബൈന്ന് മുംബൈയിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ ആ ഒരു മുംബൈ ടു നവി മുംബൈ കണക്ട് ചെയ്യുന്ന ആ ഒരു റോഡാണ് കേട്ടോ. അത് ഞാനിപ്പം ചൂണ്ടിക്കാണിക്കുന്നത്. ഗൈസ്, ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാൻ സക്സസ്ഫുള്ളി വേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളോട് എൻ്റെ സന്തോഷമെല്ലാം പങ്കുവെച്ചല്ലോ അല്ലേ. സന്തോഷമൊന്നുമില്ല, വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചല്ലോ. സോ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്ത് ചെയ്യാം? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ, ലവ് യു.